നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേ ബോധപ്പെടുത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനെ, പരിശുദ്ധനെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീട്ടിലെ സഭായോഗമായി, ഞങ്ങൾക്ക് കുടുംബമായി ഗ്രേറ്റ് മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടെ ആയുസ്സിനെ ആരോഗ്യത്തെ ദൈവം ശേഷിപ്പിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവിന് പ്രസാദകരമായ ഒരു യാഗം കഴിക്കുവാൻ, ഒരു ആരാധന കഴിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും കുടുംബമായി, അതുപോലെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന തോമസ് എന്ന ദേവദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഗ്രൂപ്പിനെ, ഗ്രേറ്റ് മിനിസ്ട്രി എന്ന ഈ ഗ്രൂപ്പിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വർഷിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞങ്ങൾ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, കൊറോണ വൈറസിന്റെ പ്രശ്നങ്ങൾ മുഖാന്തരം നമുക്ക് പലയിടത്തും സഭായോഗമായി കൂടി വരുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇതര ചർച്ചുകളിൽ കൂട്ടായ്മകൾ ആരംഭിക്കുവാനിടയായി ഗവൺമെന്റ്, മെഡിക്കൽ ഫീൽഡുകാർ പറയുന്നത് പോലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചില സഭകളൊക്കെ ആരാധന നടത്തുവാൻ ഇടയായി. എന്നാൽ പലർക്കും അത് കഴിയാതെ ആയിരിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് മീഡിയയിൽ കൂടെ ഒരുമിച്ച് പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവം നൽകി തരുന്ന സന്ദേശങ്ങളും ഒരുമിച്ച് കേട്ട് ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി തരട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഒരുമിച്ച് ഇന്നത്തെ ഈ സഭായോഗം ഇവിടെ ആരംഭിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. തീർച്ചയായും ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. അനേകരെ കേൾവിക്കാനായി, കാണുവാനായി കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെ കർത്താവ് കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടായ്മയിൽ ഉടനീളം ഉണ്ടായിരിക്കട്ടെ. തടസ്സങ്ങൾ മുഴുവൻ മാറട്ടെ. വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ മീഡിയയിൽ കൂടെ നിന്റെ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി തരണമേ. നല്ല കർത്താവ്, ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപ നൽകി തരണം. അപ്പോൾ തന്നെ നല്ല സങ്കീർത്തനങ്ങളെ നൽകി തരണം. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ, നല്ല വചനങ്ങളെ കേട്ട് സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾ കൃപ നൽകി തന്നാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക്. ഇതിന്റെ ആത്മനായി പ്രവർത്തിക്കുന്ന കർത്തദാസനെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. എല്ലാവിധ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോട് സ്തോത്രം സമൃദ്ധം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭത്തിൽ ചില ഗാനങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അല്ലെങ്കിൽ പ്രാരംഭമായി പാടുന്ന പാട്ടിതാണ്: ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ്. സ്തുതികൾക്ക് യോഗ്യൻ കർത്താവാണ്. നമ്മളെ നയിക്കുവാൻ, നമ്മളെ നിയന്ത്രിക്കുവാൻ കർത്താവ് യോഗ്യനാണ്. ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ അറിയാവുന്നവർ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധിപ്പയോഗ്യൻ സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യൻ സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ
ആത്മവനാളനെ ആരാധിച്ചിടാൻ. ആരാധിപ്പായോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാൻ. ആരാധിപ്പായോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാൻ. താരബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പായോഗ്യനായോരേ. താരബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പായോഗ്യനായോരേ. മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചിട്ടും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചിട്ടും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിക്കയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിക്കയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഒരുടരും ചെകിടരും മൂകരും കൂടത്തരും കർത്താവിനെ ആരാധിച്ചപ്പോ. ഒരുടരും ചെകിടരും മൂകരും കൂടത്തരും കർത്താവിനെ ആരാധിച്ചപ്പോ. ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെന്നും ജീവനെന്നും ആരാധിച്ചിടാം. ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെപ്പോൾ ജീവനെന്നും ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വല്ലവനാഥൻ രക്ഷകനേശ്വരേ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വല്ലവനാഥൻ രക്ഷകനേശ്വരേ. എല്ലാ നാമം പാടിടും മുഴക്കാൽ മടങ്ങിടും യേശുനാഥനെ ആരാധിച്ചിടാം. എല്ലാ നാമം പാടിടും മുഴക്കാൽ മടങ്ങിടും യേശുനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. താരബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പയോഗ്യനായവനെ സന്തോഷത്തോടെ ചേർന്ന് താരബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പയോഗ്യനായവനെ. മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചതും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചതും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വല്ലവനാഥൻ രക്ഷകനേശ്വരേ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വല്ലവനാഥൻ രക്ഷകനേശ്വരേ. എല്ലാ നാമം പാടിടും മുഴക്കാൽ മടങ്ങിടും യേശുനാഥനെ ആരാധിച്ചിടാം. എല്ലാ നാമം പാടിടും മുഴക്കാൽ മടങ്ങിടും യേശുനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും
വസിക്കൂ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പയോഗ്യം സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഊടാരാരാവര ഊടാരാരാവര ഊടാരാരാവര. ഹല്ലേലൂയ ഹല്ലേലൂയ ഊടാരാരാവര. ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നന്ദിയോടെ ഇന്ന് കർത്താവേ രാത്രികാലം പകൽക്കാലം അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, സകല പുകഴ്ചയും സകലത്തിനും യോഗ്യനുമായ ഈ നല്ല കർത്താവിനെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ചേർന്ന് കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓ രമണവനാദര ബഹുദര ബലവര രമണാദര ബഹുദര ബലവര ഉടവര ബലവര ബഹുദര ഉടവര ബലവര ബഹുദര ബലവര ഉടവര ബലവര ബഹുദര ഉടവര ബലവര ബഹുദര ആദര. യേശുവേ ആമേ 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 ആമേ. രമണാദര ബഹുദര ആദര ബഹുദര ആദര ഉടവരാദര ബഹുദര ബഹുദര. കർത്താവേ നിന്റെ സാന്നിധ്യങ്ങളുടെ മേൽ പകരണമേ യേശുവേ. ആമേ 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 ഉടവരാദര. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ ദുഃഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ ദുഃഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാരങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാരങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ കൊടിയടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി ലഭിക്കൂ. അഗ്നിദാന പടരും പോലെ പുതുഭാഷണം കൊടിയടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി ലഭിക്കൂ.
കുറവശങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ ബലഹീനതകൾ ഒന്നും നോക്കല്ലേ കർത്താവേ. ഈ ദിവസത്തെ കർത്താവേ, അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവിന്റെ അന്ത്യകാലമാണല്ലോ, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് അങ്ങയുടെ വാഗ്ദത്തമായിരിക്കാൻ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുമ്പോൾ, അങ്ങനെ സ്തുതിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം മർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്ന ആ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. ഇതിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. ഈ അഭിഷേകം വന്നവരെല്ലാം വ്യത്യസ്തരായി മാറിയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ കർത്താവേ ഈ ശക്തിയെ പകരുമ്പോൾ, ഈ അഭിഷേകത്തെ പകരുമ്പോൾ ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, കുടുംബത്ത്, ആയിരിക്കുന്ന പട്ടണത്തിൽ, രാജ്യത്ത് ഞങ്ങൾ വ്യത്യസ്തരായി മാറുമല്ലോ. അത് അനേകരും അനുഗ്രഹത്തിന് കാരണമായി മാറുമല്ലോ. ദൈവരാജ്യം വ്യാപ്തിക്കാൻ കാരണമായി തീരുമല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ഈ നല്ല കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. അതൊരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് ഒരു പഴയ ഗാനം ഇങ്ങനെ പാടുന്നുണ്ട്, അല്ലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് മുകളിൽ വെച്ച് സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ കല്ല് തട്ടി പോകാതെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന അവന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ എങ്ങനെ ആ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? കാരണം സ്തുതികൾക്ക് യോഗ്യനായ, പുകഴ്ചയ്ക്ക് യോഗ്യനായ, സകലത്തിനും കാരണഭൂതനായ ആ കർത്താവിനെ ആരാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. കർത്താവിന് കൊടുക്കേണ്ട മാനം, കർത്താവിന് കൊടുക്കേണ്ട ആരാധന, കർത്താവിന് കൊടുക്കേണ്ട സ്തുതി അത് തന്റെ മക്കൾ കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ആ കർത്താവിനെ ആരാധിക്കാൻ കഴിയും? ഒരു പാട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ നമുക്ക് ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തടസ്സങ്ങൾ മുഴുവൻ മാറട്ടെ. വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് ചേർന്ന് പാടി ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ബോധപ്പെടുത്താം. ഹല്ലേലൂയ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സകല സ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം.
പകൽക്കാലം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറിയ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. കാലിലും ക്ഷീണത്തിലോ പ്രയാസങ്ങളിലോ വേദനകളിലോ കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് അവരെ സൗഖ്യമാക്കട്ടെ. കർത്താവ് അവരെ വിടുവിക്കട്ടെ. യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം അതിൽ സകല പാപികളെയും അതിന്റെ പാപത്തെ പോക്ക് ശുദ്ധീകരിക്കുമ്പോൾ, യേശുവിന്റെ രക്തം സകല രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, ഇന്ന് പകലിൽ യേശുവിനെ വിശ്വസിക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. യഹോവ എത്ര നല്ലവനെന്നറിയാമോ? ഞാൻ പറഞ്ഞതുപോലെ യേശുവിന്റെ രക്തത്തിന് ഏതൊരു പാപിയുടെ പാപത്തെയും കഴുകിക്കളയുവാൻ കഴിയും. യേശുവിന്റെ രക്തം അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഏതൊരു പാപിയെയും, ലോകത്തിൽ ഏതൊരു പാപം ചെയ്ത വ്യക്തിയെയും യേശുവിനെ വിടുവിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ പാപത്തിന്റെ പടുകൂറ്റ കുഴിയിൽ അല്ലെങ്കിൽ മുങ്ങിത്താണ് കിടക്കുന്ന വ്യക്തി ജീവിതത്തിന് ഉടമയാണോ? ഇന്ന് പകലിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ താങ്കളുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് കർത്താവിന്റെ മകനാക്കി മകളാക്കി മാറ്റുവാൻ കഴിയുന്ന ആ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി പകൽക്കാലം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. തീർച്ചയായും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകലിലും നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. നമുക്കറിയാം ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. കർത്താവിന്റെ വരവടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ലൈവിലും പറയാനിടയായി. ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് അല്ലെങ്കിൽ ചിലര് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകത്തീരും. ഹല്ലേലൂയ. അതായത് ആത്മീയ മേഖലയ്ക്കകത്ത് ഒരു ലെവലെത്തി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചില പ്രിയപ്പെട്ടവർ നമുക്കറിയാം ആത്മീയ മേഖലയ്ക്കകത്ത് ഡൗൺ ആയി പോയ ചില കാലമാണിത്. എന്നാൽ ചില പ്രിയപ്പെട്ടവർ ആത്മീയ മേഖലയ്ക്കകത്ത് മുന്നേറാനിടയായി. അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ വചനം പറയുമ്പോൾ അതിനെ ഹല്ലേലൂയ മുഖം തിരിച്ച് മാറിപ്പോയ പല ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ പ്രതികരിച്ച പല പ്രിയപ്പെട്ടവർ ഇന്ന് ദൈവത്തിന്റെ വചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഹല്ലേലൂയ ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. അവർക്ക് ആരെയും സഹായിക്കാൻ കഴിയത്തില്ല. അവർ കരുതിയ, അവർ സ്നേഹിച്ച, അവർ സഹായിക്കുമെന്ന് കരുതിയ പല പ്രിയപ്പെട്ടവർ അവരെ വിട്ട് മാറിയപ്പോൾ അവർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനിടയായി. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം മനുഷ്യരിൽ ആശ്രയിച്ചാൽ അവർക്കെല്ലാം നമ്മളെ സഹായിക്കുന്നതിന് പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാതെ നമ്മളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനത്രേ നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നിങ്ങൾ മനുഷ്യരുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത് കർത്താവിന്റെ മുഖത്തേക്കാണ്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ഇന്ന് വരെ ലജ്ജിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്ന് പകലിൽ നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കർത്താവിന്റെ സന്നിധിയാണ്. അതുകൊണ്ട് ഉയരങ്ങളിലേക്കാകട്ടെ നമ്മുടെ കണ്ണുകൾ ഉയരേണ്ടത്. അങ്ങനെ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരുമ്പോൾ ഒരിക്കലും ലജ്ജിപ്പാനിടയാകത്തില്ല. അതുകൊണ്ട് അതിന്റെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുവാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ തീർച്ചയായും ആ വ്യക്തിയെ തക്ക സമയത്ത് ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ തന്നെ മറ്റൊരു വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, യാക്കോബിന്റെ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിനോട് അടുത്ത് വരിക, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൊറോണ കാലയളവിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ അല്ലെങ്കിൽ ഒരു മാതാവായിക്കോട്ടെ, പിതാവായിക്കോട്ടെ, സഹോദരങ്ങളായി കുഞ്ഞനിയന്മാരായിക്കോട്ടെ, അനുജത്തിമാരായിക്കോട്ടെ, നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്നിട്ടുണ്ടോ? തീർച്ചയായും ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരുടെ അടുക്കലേക്ക് അടുത്തു വരുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ നിരാശപ്പെടാൻ ഒരിക്കലും ഇടയാകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണല്ലോ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ആരാധിക്കുവാൻ എത്ര സമയമെടുത്താലും മതി വരത്തില്ല. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, സകല പുകഴ്ചയ്ക്കും യോഗ്യൻ ആയ ഈ കർത്താവിനെ ആരാധിക്കുന്നോറും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും
ഉണ്ടാകുക തന്നെ ചെയ്യും. അത് തന്നെയല്ലേ പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് വളരെ അടിപ്പെട്ട് വേദനയാൽ കിടക്കുമ്പോൾ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, അവർക്ക് മറ്റൊരു സഹായവും ഇല്ലാതിരിക്കുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് ആഗ്രഹം തോന്നി. അവർ ദൈവത്തെ ആരാധിച്ചു. എന്താ സംഭവിച്ചത്? ആരാധിച്ച മാത്രയിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയാനിടയായി തീർന്നു. അവർ ചങ്ങലകൾ പൊട്ടിമാറാനിടയായി തീർന്നു. അവർ സ്വാതന്ത്ര്യമുള്ളവരായി മാറാനിടയായി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത് നിന്റെ ബന്ധനങ്ങൾ അഴിയുന്നതാണ്. ആരാധിക്കുവാൻ കാരണങ്ങൾ ഏറെയാണ്. ദൈവം നമ്മളെ നടത്തിയ വഴികൾ, അല്ലെങ്കിൽ മുഖാന്തരങ്ങൾ, കരുതിയ വിധങ്ങൾ ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ, കർത്താവിനെ പിൻപറ്റുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണോ മകളാണോ ആ വ്യക്തി തീർച്ചയായും ദൈവത്തെ ആരാധിച്ചേ മതിയാകത്തുള്ളൂ, ദൈവത്തെ സ്തുതിച്ചേ മതിയാകത്തുള്ളൂ. സാഹചര്യങ്ങൾ ഒരുപക്ഷെ പരിമിതമായിരിക്കാം, സാഹചര്യങ്ങൾ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം. ഏതു സാഹചര്യത്തിന് നടുവിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകുമ്പോൾ അവന്റെ ആരാധന സ്വീകരിക്കുന്ന ഒരു നല്ലൊരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പാട്ടിന്റെ വരികളോട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അതിനായി നമ്മളെ സഹായിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. എല്ലാവരും ഏകമേ കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമേ കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവരാ കർത്താവേ, നല്ലവരാ വെളിപ്പെടുമേ. നല്ലവരാ കർത്താവേ, നല്ലവരാ വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. നിത്യത്തിൽ കർത്താലും പരിശുദ്ധാത്മശക്തിയാലും, നിത്യത്തിൽ കർത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരസിടുക സഹോദരനെ. തിരുവചനം ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തത്ഭുതബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തത്ഭുതബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവ്വബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവ്വബാധയും നീങ്ങിടുമേ. രോഗികളോ ആശ്വസിക്കും, ഗീതസ്വരം മുഴക്കിടുമേ. ഓ രോഗികളോ ആശ്വസിക്കും, ഗീതസ്വരം മുഴക്കിടുമേ. അത്ഭുതമേശുവിൻ നാമം
പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലകിലവ് തീർത്തിടുന്ന യോഗ്യ പാർത്തിടും ഞാൻ ഉലകിൽ കാലത്തു ആശ്രയം വേർത്തിടുവാൻ ഇരുകരത്തിൽ സാഗര ജലമെല്ലാം അടക്കുന്ന യാദവൻ ഒരു ഇടയനെ പോലത്തെ അവരിൽ കരുതുന്ന ശിവനാശ്ചര്യമേ ആ ഹല്ലേലൂയാഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ എന്റെ അല്ലകിലവ് തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ സന്തോഷത്തോടെ ചേർന്ന് യേശുവേ ആമേൻ 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 ഉടവനാദന മുണ്ടലാദന മുണ്ടലവന ഉടവന ഉടവന ബല മുണ്ടലവന ഉടവനാദന മുണ്ടല ഉടവന ബല മുണ്ടലവന ഉടവനാദന മുണ്ടല ഉടവനാദന മുണ്ടലാദന മുണ്ടലാദന മുണ്ടല ഉടവന ബല മുണ്ടല ബല ഉടവന ബല മുണ്ടല ഉടവനാദന
Thank you.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി തന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. എൻ്റെ ഭാര്യ ഷീല ജോബിൻ നമുക്കായി വായിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ 23-ാം സങ്കീർത്തനം വാക്യം ഹല്ലേലൂയ വായിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. അതിൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇന്ന് രാവിലെ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നത് നല്ലൊരു ഇടയനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ നയിക്കുവാൻ, നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മളെ കരുതുവാൻ ഒരു നല്ല ഇടയനുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം. എന്നാൽ പലപ്പോഴും പല പ്രിയപ്പെട്ടവരും ഇത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാണ് എങ്കിൽ, എന്നെ നയിക്കുന്നവൻ എന്റെ കർത്താവാണ് എങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവസാനത്തെ പാട്ട് ഇങ്ങനെ പാടിയത്, നയിക്കുവാൻ യോഗ്യൻ, വിടിവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ എന്റെ യേശുവത്രേ. നയിക്കുവാൻ ഒരു കർത്താവുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു മേഖലയിലും പരാജയപ്പെട്ടു പോകത്തില്ല. നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മളെ നിയന്ത്രിക്കുന്നത് മറ്റേതെങ്കിലും ശക്തിയായിരിക്കും. അതാണ് നമ്മുടെ പരാജയത്തിന് കാരണമെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ. യേശുവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് ഞാൻ 20 വർഷമായി. ഈ 20 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിനാൽ നയിക്കപ്പെടുന്ന, കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, കർത്താവിന്റെ ആലോചനയാൽ നടക്കുന്ന ഒരു കാര്യവും പരാജയപ്പെടത്തില്ല. അത് സത്യമായ കാര്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതവും പരാജയപ്പെടത്തില്ല, പരാജയപ്പെടത്തില്ല, പരാജയപ്പെടത്തില്ല എന്ന് നമുക്ക് 100% അടിവരയിട്ട് പറയുവാൻ കഴിയും. കാരണം കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണോ അവർ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടാനിടയാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണോ, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത വ്യക്തി ജീവിതത്തിനുടമയാണോ, ആരുമായിക്കോട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ യാത്രകൾ, നമ്മുടെ പോക്കുവരവുകൾ, അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് സന്തോഷവാനല്ല എങ്കിൽ ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, കർത്താവേ, ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാൽ പലതും സക്സസ് ആകുന്നില്ല. അതിന് കാരണമുണ്ട്, എന്നെ നിയന്ത്രിക്കുന്നതും നടത്തുന്നത് കർത്താവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. തീർച്ചയായും നിങ്ങളുടേതായ യാത്രകൾ, നിങ്ങളുടേതായ പ്രവൃത്തികൾ, നിങ്ങളുടേതായ റിസൾട്ടുകൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ദൈവത്താൽ ആലോചനയെ പ്രകാരം നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ ചില കുടുംബങ്ങളെ ഞാൻ വേഗം ഒന്ന് പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ വേഗം ഞാൻ അധിക സമയം ദീർഘിപ്പിക്കുന്നില്ല. അതിങ്ങനെയാണ്. അല്ലെങ്കിൽ ചില കുടുംബങ്ങളുണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കുടുംബങ്ങളെ നമുക്കറിയാൻ കഴിയും. ആ കുടുംബമാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമുള്ളത്. അത് നമുക്ക് 23-ാം സങ്കീർത്തനം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹോവ എന്റെ ഇടയനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന, നടത്തുന്ന യഹോവ എന്റെ കർത്താവാണ് എങ്കിൽ ആ കർത്താവാണ് എന്റെ
രക്ഷകനും നാഥനുമെങ്കിൽ ആ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അവർ ഒരിക്കലും പരാജയപ്പെടത്തില്ല. അവർ ദേശത്തിനും സമൂഹത്തിനും അവർ ഏതൊക്കെ മേഖലകളിലായിരിക്കുന്നു അവർക്കെല്ലാം അനുഗ്രഹമായി തീരും. അതിലുപരി ദൈവരാജ്യത്തിന് അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുടുംബത്തിന്റെ പ്രത്യേകത ദൈവത്തിന് മാത്രം പ്രാധാന്യത കൊടുത്തുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് വളരെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കുടുംബങ്ങളെ നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. രണ്ടാമതൊരു കുടുംബമുണ്ട്, ദൈവത്തിന് പകുതി സ്ഥാനവും അല്ലെങ്കിൽ മനുഷ്യന് പകുതി സ്ഥാനവും എന്ന് പറഞ്ഞാൽ അവരവരുടെ കഴിവും അവരവരുടെ കാര്യങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ട് എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നവർ. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിന് നടുവിൽ അവർ ദൈവത്തിൽ ആശ്രയം വെക്കും. പകുതി ദൈവവും പകുതി മനുഷ്യനും എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിലും ആശ്രയം വെക്കുന്നു. ഇങ്ങനെയുള്ള അനവധി കുടുംബങ്ങൾ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഏകദേശം 95% ഇങ്ങനെയുള്ള കുടുംബമാണ്. എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഓടി വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ, എന്റെ കുറവശങ്ങളെ ക്ഷമിക്കണമേ, എന്റെ പോരായ്മകളെ ക്ഷമിക്കണമേ, എന്റെ ബലഹീനതകളെ ക്ഷമിക്കണമേ, എനിക്ക് ഇന്ന വിഷയമുണ്ട്, ആ വിഷയത്തിനൊരു പരിഹാരം എനിക്ക് ആവശ്യമാണ് എന്നുള്ള ചിന്തയോടെ ഓടിച്ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്ന അനേക പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏറ്റവും അധികം അങ്ങനെയുള്ളവരാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലുള്ളത്. കാരണം ഈ ലോകത്തിലെ പല കാര്യങ്ങളും വിട്ടുകളയുവാൻ അവർ തയ്യാറല്ല. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ കാര്യം. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പറയുവാൻ കഴിഞ്ഞാൽ അവർക്ക് ദൈവവും വേണ്ട, ആരും വേണ്ട, സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏത് കുടുംബമാണ് നമ്മുടേത്? ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് പോകുന്ന കുടുംബമാണോ, അതോ പകുതി ദൈവമോ പകുതി മനുഷ്യനുമാണോ എന്ന് പറഞ്ഞാൽ അവന്റെ കഴിവിൽ ആശ്രയിച്ചു പോകുന്നവരാണോ, അതോ മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യമാണോ, അതായത് പൂർണ്ണമായി അവനിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് മറ്റൊരാളോടും അല്ലെങ്കിൽ മറ്റൊരു ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കടന്നു പോകുന്ന വ്യക്തി ജീവിതത്തിലുടമയാണോ? ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വിഷയം അതല്ല, ഞാനൊരു കാര്യം പറയാം. ദൈവത്തിലാണ് ആശ്രയം വെച്ച് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ആരും പരാജയപ്പെട്ടു പോകത്തില്ല. പല പ്രിയപ്പെട്ടവരും വേദപുസ്തകം മുഴുവൻ എടുത്തു പഠിച്ചു നോക്കിയാൽ ചില പ്രിയപ്പെട്ടവർ അവരുടെ കഴിവിൽ ആശ്രയിച്ചു, അവരെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയം വെച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ വിശദീകരിച്ച് പറയുവാൻ തുടങ്ങിയാൽ സമയം നമ്മുടെ മുമ്പിൽ തികയത്തില്ല. കാരണം പ്രസംഗിച്ചാലും മതിയാകത്തില്ല. കാരണം കുപ്പത്തൊട്ടിയിൽ നിന്ന് ചെരുപ്പ് കുത്തി മുതൽ മുക്കുവന്മാർ മുതൽ ഇങ്ങോട്ട് വന്ന ഡോക്ടർമാർ ഏത് തരത്തിലുള്ള വ്യക്തികളെയും എടുത്ത് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? അവരുടെ കഴിവിലല്ല, മറിച്ച് ദൈവം അവർക്ക് കൊടുക്കുന്ന കഴിവും ദൈവം അവർക്ക് കൊടുക്കുന്ന താലന്തും ദൈവം അവർക്ക് കൊടുക്കുന്ന കൃപയുമാണ് അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വെക്കേണ്ട കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഞാൻ ഓടിച്ച് പരിചയപ്പെടുത്തട്ടെ. അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ തന്റെ ശരീരത്തിൽ ഒരു ശൂലം കടന്നു വന്നു. ആ ശൂലം എന്ന് പറയുന്നത് തന്റെ ശരീരത്തിൽ ചില വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുമായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, അതൊന്ന് മാറുവാൻ വേണ്ടി താൻ 3 വട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ഈ വ്യക്തിയെ എടുത്ത് നോക്കിയാട്ടെ, എത്ര പേരെ സൗഖ്യമാക്കിയ വ്യക്തി എന്നറിയാമോ? എത്ര പേരെ മരിച്ച വ്യക്തികളെ ഉയർപ്പിച്ച വ്യക്തി എന്നറിയാമോ? എത്ര പേരെ മുടന്തരെ സൗഖ്യമാക്കിയവരാ, ഏതൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വ്യക്തിയാണെന്നറിയാമോ? എന്നാൽ തന്റെ ശരീരത്തിലെ ഒരു വിഷയം മാറ്റുവാൻ താൻ ദൈവസന്നിധിയിൽ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. ആ അപേക്ഷയ്ക്ക് മറുപടി കർത്താവ് കൊടുത്തത് എന്താണെന്നറിയാമോ? അതവിടെ ഇരിക്കട്ടെ. അതവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ കൃപ ഞാൻ നിനക്ക് നൽകി തരാം. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ കൊറോണ കാലയളവ് ഇത് എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. ഇനി എന്നൊരു കൂട്ടായ്മ, എന്നൊരു സമായോഗം സ്വാതന്ത്ര്യത്തോടെ കൂടുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. എന്നാൽ ഏത് സാഹചര്യത്തിന് നടുവിലും എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മനുഷ്യന് തരാൻ കഴിയുമോ? ഒരു പാസ്റ്റർക്ക് തരാൻ കഴിയുമോ? ഒരു പുരോഹിതന് നൽകി തരാൻ കഴിയുമോ? ആർക്കും നൽകി തരാൻ കഴിയത്തില്ല. പക്ഷേ അത് നൽകി തരാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അത് കർത്താവായ യേശുവാ. നിന്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, നിന്റെ തലമുറകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ, പ്രയാസങ്ങൾ എന്താണോ, പ്രതികൂലങ്ങൾ എന്താണോ, ആ പ്രശ്നത്തിന് പരിഹാരം നൽകി തരാൻ കഴിയുന്ന ഒരേ ഒരാള് അത് കർത്താവായ യേശുവാണ്. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന, ഞാൻ ഇന്ന് പാട്ടുകൾ പാടുന്ന ആ കർത്താവ് മാത്രമേ നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകി തരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ളത്, ആശ്രയിപ്പാൻ ഒരേ
ഒരേ ഒരു വഴി, അത് കർത്താവായ യേശുവല്ലാതെ മറ്റാരുമല്ല. നിന്റെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, നീ കുടുംബ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ, നീ തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ, നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത, സ്റ്റെപ്പുകൾ വെക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ പല മേഖലയ്ക്കകത്തും ചെയ്യുന്നത് എന്തൊക്കെയും എന്തായാലും അത് പരാജയപ്പെട്ടു പോകുന്ന മേഖലകളാണോ, ഇന്ന് പകൽ തീരുമാനമെടുക്കുക. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്ന യേശു കർത്താവാണ്. ഇന്ന് പകൽക്കാലം യേശുവേ, നീ എന്റെ ജീവിതത്തിലേക്ക് വരണമേ, നീ എന്റെ പ്രശ്നങ്ങളിലേക്ക് വരണമേ, എന്റെ പ്രശ്നത്തിന് ഒരു ആശ്വാസം ആവശ്യമാണ്, ഒരു വിടുതൽ ആവശ്യമാണ്. നിന്റെ മകനായി തീരുവാൻ, നിന്റെ മകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അവരവരുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ യേശു രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ ഒരു വ്യക്തി തയ്യാറായാൽ തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? തീർച്ചയായും ഞാൻ കാര്യം പറയട്ടെ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകലിൽ നമ്മൾ അനുഭവിക്കുവാനിടയാകട്ടെ. പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു, ആരാധന കുറഞ്ഞു പോകുന്നു, വചനധ്യാനം കുറഞ്ഞു പോകുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സമയം കിട്ടാതാകുന്നു. കാരണം സമയം നമുക്കുണ്ടെങ്കിലും പല മേഖലയ്ക്കകത്ത് നമ്മൾ ബിസിയായി തീരുന്നു. പല പ്രാരാബ്ദങ്ങളിലേക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയത്തില്ല. മക്കളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ച് ഓർത്ത് പല മേഖലയ്ക്കകത്ത് ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. യഹോവ എന്നെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. കർത്താവിൽ ആശ്രയം വെക്കുവാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആടുകളെ കുറിച്ച് നമുക്ക് അനവധി മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ഇടയനായ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോകാൻ, നീ ക്ഷീണിച്ചു പോകാൻ, ആരുടെ മുമ്പിൽ തലകുനിക്കുന്നത് കാണുവാൻ, ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് കാണുവാൻ ഒരിക്കലും ഈ അപ്പൻ ഇഷ്ടമല്ല. കാരണം ഹല്ലേലൂയ നമുക്കറിയാം, അപ്പൻ നമ്മളെക്കാട്ടും ശ്രേഷ്ഠനാണ്. രക്തബന്ധത്തിൽ പിറന്ന മക്കൾ പട്ടിണിയോടെ ഇരിക്കുന്നത് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമല്ല. മറിച്ച് അവരുടെ കണ്ണുനീര് പൊഴിയുന്നത് കാണുവാൻ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മളെക്കാട്ടിലും എത്രയോ ശ്രേഷ്ഠനാണെന്നറിയാമോ നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുത്തില്ല കേട്ടോ, ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല കേട്ടോ. ഇവിടെ പറയുന്നത് എന്താണ്? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മളെ നടത്തുവാൻ കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥനും നമ്മുടെ കർത്താവും. ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മേഖലകളിലും പരാജയപ്പെടത്തില്ല. കാരണം ഇന്ന് പലരും പരാജയപ്പെട്ട നിലകളിൽ, ബിസിനസ് മേഖലകളിൽ, അവർ ആയിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ, അവരനുഭവിക്കുന്ന മറ്റ് പല മേഖലയ്ക്കകത്തും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ കൊറോണ കാലയളവിൽ സാമ്പത്തിക മേഖലയ്ക്കകത്ത് തകർന്നിരിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഒരു തളർച്ച നേരിടുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? അത് കുടുംബജീവിതത്തിൽ ബാധിക്കും, വ്യക്തിബന്ധങ്ങളിൽ ബാധിക്കും, ശാരീരികമായ ഘടനകളെ അത് ബാധിക്കും. അങ്ങനെ ഇതര മേഖലയ്ക്കകത്ത് അത് ബാധിക്കാനിടയാകും. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ജീവിതത്തിന് ഉടമയായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സമയം വളരെ മുമ്പോട്ട് പോയല്ലോ. ഹല്ലേലൂയ. 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചതെങ്കിലും 1 മണിക്കൂർ അധികമായി. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനം നമ്മൾ പല മേഖലകളിൽ കേട്ടുകൊണ്ടിരിക്കുക. എന്നിരുന്നാലും ഇന്ന് പകലിൽ ഒരു ഷോർട്ട് മെസ്സേജ് ആയിട്ട് ഞാൻ പറഞ്ഞത്, യഹോവ എന്റെ ഇടയനാകുന്നു, ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. കർത്താവിന്റെ വരവെടുത്തു, അവന്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കാൻ സമയമായി. ഒരുങ്ങിയിട്ടുണ്ടോ? കുറവശങ്ങളെ, പോരായ്മകളെ, ബലഹീനതകളെ എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവെ എന്റെ കുറവശങ്ങളെ, എന്റെ പോരായ്മകളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് എന്നെ കർത്താവിന്റെ മകനാക്കണമേ, മകളാക്കണമേ. ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തയോടെ നിൽക്കും, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നീ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. ഇത് അന്ത്യകാലമാണ്, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി കാത്തിരുന്നുകൊണ്ട് കൃപകളും കൃപാവരികളും പ്രാപിച്ചുകൊണ്ട് ഈ ജനത്തെ ചിലരെ കർത്താവിന് വേണ്ടി നേടുവാൻ, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ചിലരെ ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ,
ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സഹായിച്ചു. 23 സങ്കീർത്തനം ഞങ്ങൾ വായിച്ച് അല്പമായി പ്രബോധിപ്പിക്കാൻ സഹായിച്ചു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യഹോവ എന്റെ ഇടയനാണ്, എന്നെ നയിക്കുവാൻ, എന്നെ നിയന്ത്രിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളെ ഞാൻ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവ് ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണമേ. കർത്താവ് ഇതിന്റെ അഡ്മിനായിരിക്കുന്ന തോമസ് പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെയും കർത്താവ് കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ സകലതും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ശ്രമിച്ച കേട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.